ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ 28 ടെക്നിക് ചലഞ്ചിലെ 6ാമത്തെ ചലഞ്ചിലേക്ക് സ്വാഗതം. ഈ വെല്ലുവിളിയിൽ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന എന്തും ആകർഷിക്കാൻ നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. എല്ലാ ദിവസവും 10 മിനിറ്റെങ്കിലും എങ്ങനെ ധ്യാനിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചു. മെഡിറ്റേഷൻ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അത് എങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നുവെന്നും നിങ്ങളുടെ ആന്തരിക മാർഗനിർദ്ദേശങ്ങളുമായും ലക്ഷ്യവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നും നിങ്ങൾ പഠിച്ചു. ഇന്ന് നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം ഉള്ളതുപോലെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അല്ലെങ്കിൽ അഭിനയിക്കാമെന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇതിനകം ലക്ഷ്യമുണ്ടെന്ന് തോന്നുകയും പ്രകടന പ്രക്രിയ ആസ്വദിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. നിങ്ങളുടെ ലക്ഷ്യമുണ്ടെന്ന് തോന്നൽ സൃഷ്ടിക്കാനും അത് വേഗത്തിൽ ആകർഷിക്കാനും നിങ്ങളെ ഇത് സഹായിക്കുന്നു. കാരണം ഇത് നിങ്ങളെ ആത്മവിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അവസ്ഥയിലാക്കുന്നു. എന്തിനാണ് നിങ്ങളുടെ ലക്ഷ്യം നടന്നതുപോലെ അഭിനയിക്കുന്നത്? കാരണം അതുപോലെ പ്രവർത്തിക്കുന്നത് ആകർഷണ നിയമത്തിൻ്റെ ആധ്യാത്മികമായ പ്രകടനമാണ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും നിർണ്ണയിക്കുന്ന നമ്മുടെ വൈബ്രേഷനോട് പ്രപഞ്ചം പ്രതികരിക്കുന്നു എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആകർഷണ നിയമം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ചു. പ്രപഞ്ചം നമ്മുടെ വാക്കുകളെക്കുറിച്ചോ പ്രവൃത്തികളെക്കുറിച്ചോ അറിയുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. അത് നമ്മുടെ വൈബ്രേഷനെ കുറിച്ച് മാത്രമേ അറിയുകയും പരിപാലിക്കുകയും ചെയ്യുന്നുള്ളൂ. നമ്മുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന ഒരു സിഗ്നലാണ്. അതിനാൽ നമുക്ക് എന്തെങ്കിലും ആകർഷിക്കണമെങ്കിൽ അത് ഉണ്ട് എന്ന തോന്നൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗം നമുക്ക് ഇതിനകം തന്നെ അത് ഉള്ളതുപോലെ പ്രവർത്തിക്കുക എന്നതാണ്. നമുക്ക് ഇതിനകം നമ്മുടെ ലക്ഷ്യമുണ്ടെന്ന് തോന്നുമ്പോൾ അത് ഉണ്ട് എന്ന തോന്നൽ സൃഷ്ടിക്കുക മാത്രമല്ല, പ്രപഞ്ചത്തിന് വ്യക്തവും സ്ഥിരതയുമുള്ളതുമായ ഒരു സിഗ്നൽ അയക്കുകയും ചെയ്യുന്നു. നമ്മൾ അതിന് തയ്യാറാണ്, അതിന് യോഗ്യനാണ് എന്ന് പ്രപഞ്ചത്തിലേക്ക് വ്യക്തവും സ്ഥിരതയുമുള്ള ഒരു സിഗ്നൽ അയക്കുമ്പോൾ നാം അതിനെ നമ്മളിലേക്ക് ആകർഷിക്കുന്നു. അതിനാൽ നമുക്ക് ലക്ഷ്യമുണ്ടെന്ന് തോന്നൽ സൃഷ്ടിക്കുന്നതിനും അത് വേഗത്തിൽ ആകർഷിക്കുന്നതിനുമുള്ള വളരെ ശക്തമായ ഒരു മാർഗമാണ് അത് ഉള്ളതുപോലെ അഭിനയിക്കുക എന്നുള്ളത്. കാരണം അത് നമ്മെ ആത്മവിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അവസ്ഥയിലാക്കുന്നു. നമ്മുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. നമ്മുടെ ലക്ഷ്യം ഇതിനകം ഉണ്ട് എന്ന തോന്നൽ എങ്ങനെ സൃഷ്ടിക്കും? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. തുടർന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു വിജയിയെപ്പോലെ വസ്ത്രം ധരിക്കുക. പണം വിവേകപൂർവ്വം ചെലവഴിക്കുക. നിങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന നിങ്ങളുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന്, കൂടുതൽ പണം ആകർഷിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തും ആത്മവിശ്വാസവും തോന്നുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. നിങ്ങളുടെ സാമ്പത്തികം നന്നായി കൈകാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭാവിക്കായി കരുതി വെച്ചുകൊണ്ട് നിങ്ങളോടും മറ്റുള്ളവരോടും ഔദാര്യത്തോടുകൂടി പെരുമാറിക്കൊണ്ടും
നിങ്ങൾക്ക് അത് ഇതിനകം ഉള്ളതുപോലെ പ്രവർത്തിക്കാം, അഭിനയിക്കാം. അല്ലെങ്കിൽ സ്നേഹബന്ധം ആകർഷിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ആകർഷകവും സുഖപ്രദവുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ, നിങ്ങളെയും നിങ്ങളുടെ ക്ഷേമത്തെയും പരിപാലിക്കുന്നതിലൂടെ, നിങ്ങളോട് തന്നെ സ്നേഹവും അഭിനന്ദനവും പ്രകടിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അത് ഇതിനകം ഉള്ളതുപോലെ പ്രവർത്തിക്കാനാകും. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ആഘോഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിനകം നിങ്ങളുടെ ലക്ഷ്യം ഉണ്ട് എന്ന് തോന്നുകയും പ്രകടന പ്രക്രിയ ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആശയം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. അത് നിങ്ങൾക്ക് നല്ലതായി തോന്നുകയും നിങ്ങളുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്ന ഏത് രീതിയിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ ദിവസത്തിൽ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതിനകം നിങ്ങളുടെ ലക്ഷ്യമുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ എത്രത്തോളം പ്രവർത്തിക്കുന്നുവോ അത്രയധികം നിങ്ങൾ അത് ഉണ്ട് എന്ന് തോന്നൽ സൃഷ്ടിക്കും. അത് വേഗത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അതിനാൽ മുന്നോട്ട് പോകുക. ഇന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം ഉണ്ട് എന്ന് തോന്നൽ സൃഷ്ടിക്കുക, ഇല്ലെങ്കിൽ അഭിനയിക്കുക. നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോടും പ്രപഞ്ചത്തോടും പറയുക, ഇതാണ് എൻ്റെ ലക്ഷ്യം, എനിക്ക് ഇതിനകം തന്നെ ഉണ്ട്. ഞാൻ ആത്മവിശ്വാസവും സന്തോഷവും സമൃദ്ധവുമാണ്. ഞാൻ എൻ്റെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്നു. ഞാൻ അതിനെ എന്നിലേക്ക് ആകർഷിക്കുന്നു. നന്ദി, നന്ദി, നന്ദി.